ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്, അമ്പലത്തേക്ക് പോവാണ്. മോനെ എന്നൊരു പഞ്ചാരി മേളം അത് പഠിപ്പിക്കാൻ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ വേണ്ടി എല്ലാവരും കുളിച്ച് റെഡി ആവാണ്. ഹലോ ഗൈസ്, രാവിലെ ഫുഡും ചെറുപഴം എവിടേക്ക് പുറപ്പെട്ടിരിക്കണ്. ഇതൊക്കെ വാരി എവിടേക്ക് പോവാനാ? മിഴിയോട് ഞാൻ ചോദിക്കുന്നുണ്ട് എവിടേക്ക് പോകാനോ മിഴി പുറപ്പെട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ ടാട്ടനെ എന്താണ് കൊട്ടിന് ചേർത്താൻ ടാട്ടൻ കൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ എന്തോ പറഞ്ഞു അല്ലേ മിഴിയെ? എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. അമ്പലം ഫുള്ള് കാണാം അവിടെ ചെല്ല്. അപ്പൊ ഞാൻ അമ്പലത്തിലെത്തിട്ടാ. ഒരുപാട് കുട്ടികളായിരുന്നു, 10 കുട്ടികളായിട്ടുണ്ടായിരുന്നു. ഞാന് അമ്പലത്തിലെത്തി അനുഗ്രഹം വാങ്ങിച്ചിട്ട് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടണ ആൾക്ക് അല്ലേ. ഇത് പഠിപ്പിക്കണത് ആരാന്നറിയോ? ആലങ്കോട് ഗിരീഷ് എന്ന് പറഞ്ഞൊരു സാറാണ്. മക്കളൊക്കെ അവിടെ നേരായിട്ട് നിൽക്കുക. മോളെ നമ്മളെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? അതാണ് പച്ച ടൗസറാണ് ഞാൻ. നമ്മുടെ കുട്ടീനെ എടുത്തില്ലല്ലോ. ടാട്ടല്ലേ കൊട്ടാൻ പോകുന്നത്. അപ്പോൾ ടാട്ടേനെ എടുത്ത് ദക്ഷിണ കൊടുക്കുക. അതിൽ പാച്ചു ദക്ഷിണ കൊടുക്കുന്നത് എടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് ഓരോ ദക്ഷിണ കൊടുത്ത് കാല് തൊട്ട് നിറക്കി വെച്ചിട്ട് ഓരോ കോല് ഇതാണ് കൊടുക്കുന്നത്. ഇനി പറഞ്ഞ പച്ച ടൗസറാട്ട ഞാൻ ഇവിടെ വരണമൊന്നുമില്ല, ആയിട്ടില്ല. വരും അതാ വരണി അതിൻ്റെ ബാക്കിൽ. ഇതാണ് ഈ പച്ച ടൗസറാണ് ഞാൻ. തന്നെ ഇന്ത്യയാണ്. അപ്പോഴത്തേന് അച്ഛൻ്റെ ഇടയിൽ കയറി. ആദ്യം കോല് വാങ്ങിയിട്ടാണ് തൊട്ട് നിറക്കിലിക്കണ്ടേ. പക്ഷെ ആദ്യം തന്നെ അനുഗ്രഹം വാങ്ങി കോല്. ഇവരനെ അയ്യപ്പൻ്റെ ഭാഗത്ത് ഇരുത്തിയിട്ടാണ് കൊട്ട് പഠിപ്പിക്കുന്നത്. ശാസ്താവിൻ്റെ മഴ കാരണം അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടെ. അപ്പം ഇനി മഴ കാരണം മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ, ഉണ്ണികൾക്കൊക്കെ ഇരിക്കാലോ വെച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകാണ്. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴയൊന്നും പെയ്തില്ല. നല്ല സൂപ്പർ ദിവസമായിരുന്നു. വെയിലൊക്കെ ഇട്ട് അല്ലേ? അതെ, നല്ല രസമുണ്ടായിരുന്നു. ടാറ്റ വരും ആ ഏട്ടൻ്റെ റൈറ്റ് ഭാഗത്ത്. അവരനെ ആദ്യം എന്താണ് ഗണപതി കൈ പൊട്ടിക്കുക. പിന്നെ ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് വല്ലാതെ ഇതിനെ പറ്റി അറിയുന്നില്ല. ആ സാറ് ഇങ്ങനെ പറയണത്, ആ മാഷ് ഇങ്ങനെ പറയണത് കേട്ടതാ. ആദ്യം എന്താ ഗണപതി കൈ കൊട്ടിട്ട് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താ ചെറിയ പറഞ്ഞിട്ട് വായ്ത്തരി അതിൻ്റെ കൂടെ കൊട്ടുക. 1 2 3 അങ്ങനെ കുറച്ചൊന്നും ശേഖരം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തെ ദിവസമായ കാരണം ആ ബലൂണായിട്ട് മാറ്റിയപ്പോൾ പൊട്ടും. ഞാനപ്പോഴും പേടിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ.
അവന് ഭയങ്കര ടെൻഷൻ. എൻ്റെ കുട്ടി നന്നാക്കി എറിയുന്നു. അവിടുത്തെ തിരുമേനി അത് കുട്ടേട്ടെ. ഓരോരുത്തനായിട്ട് ഗണപതി കൈ ശാസ്താവിൻ്റെ മുന്നിൽ വെച്ച് കൊട്ടിച്ചിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. എല്ലാ മാഷം എല്ലാവരെയും പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് പൊട്ടിച്ചു. അതായത് ഗണപതി കൈ അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ചിട്ടാണ് പിന്നെ തുടങ്ങുക. അതെല്ലാവരെയും ആ 10 പേരുടെയും അങ്ങനെ ചെയ്യിപ്പിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അവർ തുടങ്ങിയത്. ഇടത്തെ കയ്യിൽ ഒരടി എന്നുവെച്ചാൽ ത എന്നുള്ള ശബ്ദം ഇടത്തെ കയ്യിലും ഈ ത എന്നുള്ളത് വലത്തെ കയ്യിലും. ഇടത്തെ കയ്യിലൊന്ന് വലത്തെ കയ്യിൽ രണ്ട്. ഒന്ന് കാണിച്ച ഇതൊന്ന് നോക്കി വെക്കാം. ഒപ്പം നോക്കി വെക്കാം. ഇവിടെ അപ്പം അതിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അവിടെ വെക്കരുത്. അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഈ കയ്യിൻ്റെ മുകളിൽ അടി വരും. താന്ന് അടിച്ചാൽ അപ്പം കൈ എടുക്കണം. അവിടെ അങ്ങനെ വെക്കരുത്. എന്നിട്ട് കോലായിട്ട് അടിക്കരുത്. അപ്പോൾ കോല് കയ്യിൻ്റെ മുകളിൽ അടിക്കും. നോക്കുക. വെള്ളം വന്നുകൊണ്ടിരിക്കും.